നമസ്കാരം. ചാനൽ 91ലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് സീറ്റ് നേടാമെന്ന പ്രതീക്ഷയിൽ പ്രമുഖരെ കളത്തിലിറക്കാനൊരുങ്ങി ബി.ജെ.പി. ഈ തീരുമാനത്തിന്റെ ഭാഗമായി കേരളത്തിലെ നേതാക്കളുമായി കേന്ദ്ര നേതൃത്വം ചർച്ച നടത്തും. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന് പുറമെ നടി ശോഭനയുടെയും നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെയും ഒക്കെ പേരുകൾ പാർട്ടിയുടെ പരിഗണനയിലുണ്ട്. ശോഭനയുമായി സുരേഷ് ഗോപി വഴി ചർച്ച നടന്നതാണ് ലഭ്യമായ വിവരം. എന്നാൽ ഇതിനോട് ശോഭന ഏത് രീതിയിൽ പ്രതികരിച്ചെന്നുള്ള വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത തൃശൂരിലെ ബി.ജെ.പി. വനിതാ സമ്മേളനത്തിൽ എത്തിയതോടെയാണ് നടി ശോഭന ബി.ജെ.പിയിലേക്കെന്ന അഭ്യൂഹം ഉയർന്നത്. മോദിയുടെ നേതൃത്വത്തിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയത് ഒട്ടേറെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നും അവർ പ്രസംഗിച്ചിരുന്നു. ചടങ്ങിലെ ചിത്രം ഹ്യൂജ് ഫാൻ മൂവ്മെന്റ് എന്ന തലക്കെട്ടോടെയാണ് താരം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം കേരളത്തിലെ നേതാക്കൾ നൽകിയ പട്ടികയിൽ തീരുമാനമായില്ല. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ജനറൽ സെക്രട്ടറി കെ സുഭാഷും 29-ന് വീണ്ടും ഡൽഹിയിലെത്തണമെന്നാണ് നിർദ്ദേശം. അന്ന് പാർലമെന്ററി ബോർഡ് യോഗത്തിൽ അന്തിമ പട്ടിക വയ്ക്കുന്നതിന് മുമ്പ് ഇവരുമായി വീണ്ടും ചർച്ച നടത്തും. പിന്നാലെ മാർച്ച് 1-ന് പട്ടിക പുറത്തിറക്കിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ പ്രസിഡന്റ് ജെ.പി. നഡ്ഡ, ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷ് എന്നിവർ കെ സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ, വി. മുരളീധരൻ, പി. കെ. കൃഷ്ണദാസ് തുടങ്ങിയവരുമായി ചർച്ച നടത്തിയിരുന്നു. നിലവിൽ ആറ്റിങ്ങൽ, തൃശൂർ, പാലക്കാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ദേശീയ നേതൃത്വം അനുമതി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, ചാലക്കുടി, പാലക്കാട്, മലപ്പുറം, കോട്ടയം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാനാവും പാർട്ടിയുടെ ശ്രമം. പത്തനംതിട്ടയിൽ പി.സി. ജോർജ്, ഷോൺ ജോർജ് എന്നീ പേരുകൾ ചർച്ചയിൽ വന്നിട്ടുണ്ടെങ്കിലും ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻ പിള്ളയാണ് നല്ലതെന്ന അഭിപ്രായമാണ് സംസ്ഥാനത്തെ ബി.ജെ.പി. നേതാക്കളിൽ പലരും ദേശീയ നേതൃത്വത്തെ അറിയിച്ചത്. കൂടാതെ ചാലക്കുടിയിൽ 2020 നേതൃത്വവുമായി ബന്ധപ്പെട്ട് പൊതുസമ്മതനെ കളത്തിലിറക്കുന്ന ചർച്ചകളും നടക്കുന്നുണ്ട്. തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ കളത്തിലിറങ്ങിയേക്കും. ഇതിന്റെ ചുവട് പിടിച്ചാണ് ശോഭന ഉൾപ്പെടെയുള്ള ആളുകളെ രംഗത്തിറക്കാൻ ബി.ജെ.പി. ശ്രമിക്കുന്നത്. പാർട്ടിയും മുന്നണിയും ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന മണ്ഡലങ്ങളാണ് തൃശൂർ, തിരുവനന്തപുരം മണ്ഡലങ്ങൾ. അതേസമയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ രാജ്യത്ത് കോൺഗ്രസിന്റെ കഥ കഴിയുമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. യു.ഡി.എഫ് തകരുമെന്നും ഇത്തവണ കേരളത്തിൽ എൻ.ഡി.എ അക്കൗണ്ട് തുറക്കുമെന്നും സുരേന്ദ്രൻ പറയുന്നു. എൽ.ഡി.എഫിന്റെ വർഗീയ ശക്തികളും എൻ.ഡി.എയും തമ്മിലുള്ള മത്സരമായിരിക്കും ഇത്തവണയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് കൂടുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം സംസ്ഥാന ബി.ജെ.പിയിൽ ഭിന്നതകളും രൂക്ഷമാണ്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കേരള പദയാത്രയുടെ പ്രചാരണ ഗാനത്തിൽ അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണം എന്ന വരി കൂടി ഉൾപ്പെട്ട സംഭവത്തിൽ യൂട്യൂബിൽ നിന്ന് പാട്ടെടുത്ത സംഭവം ബി.ജെ.പിയുടെ തന്നെ ഐ.ടി സെല്ലുമായി അഭിപ്രായ ഭിന്നതയ്ക്ക് കാരണമായിരുന്നു. പൊന്നാനിയിലെ പരിപാടിക്കിടെയാണ് ഗാനം മാറിയത്. സമൂഹ മാധ്യമങ്ങളിൽ ലൈവ് നൽകുന്നതിനിടെ ജനറേറ്റർ കേടായ സമയത്ത് യൂട്യൂബിൽ നിന്ന് പാട്ടെടുത്തതിനാലാണ് ഗാനം മാറിപ്പോയത്. ബി.ജെ.പി. കേരളയുടെ പേജിൽ നിന്നാണ് ഗാനം എടുത്തതെന്നാണ് മലപ്പുറം സോഷ്യൽ മീഡിയ ടീമിന്റെ വിശദീകരണം. ഇതേസമയം 2014 ശേഷമാണ് ബി.ജെ.പി. കേരളം എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നും അതിൽ പഴയ പാട്ടുകൾ ഇല്ലെന്നും പാർട്ടി സംസ്ഥാന നേതൃത്വം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഐ.ടി സെൽ കൺവീനർ എസ് ജയശങ്കർ സംസ്ഥാന അധ്യക്ഷനോട് രാഷ്ട്രീയ പക തീർക്കാൻ പഴയ പാട്ട് കയറ്റി വിട്ടുവെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ആരോപണം. കേരളത്തിന്റെ ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവദേക്കറും ഐ.ടി സെല്ലിനെ പിന്തുണച്ചതോടെ കടുത്ത അതൃപ്തിയിലാണ് സംസ്ഥാന നേതൃത്വം. പദയാത്ര തത്സമയം കാണിക്കുന്ന ബി.ജെ.പി. കേരളം യൂട്യൂബ് ചാനലിലൂടെയാണ് ഗാനം പുറത്തുവന്നത്. വിവാദമായതോടെ ഗാനം ഒഴിവാക്കി. പദയാത്രയുടെ ഭാഗമായി ഫെബ്രുവരി 20-ന് കോഴിക്കോട് മണ്ഡലത്തിൽ നടന്ന പരിപാടിയുടെ നോട്ടീസിലെ പരാമർശവും വിവാദമായിരുന്നു. എസ്.സി.എസ്.ടി നേതാക്കൾക്കൊപ്പം സുരേന്ദ്രൻ ഉച്ചഭക്ഷണം കഴിക്കും എന്നായിരുന്നു നോട്ടീസിൽ ഉണ്ടായിരുന്നത്. ഇതിനെതിരെ വ്യാപക വിമർശനവും ഉയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.